സോ ഫൈനലി ടി വി എസ് അവരുടെ RR310 സീരീസിന് ഒരു അപ്ഡേറ്റ് കൊണ്ടുവന്നിരിക്കുകയാണ്. RTR310 ഇറങ്ങിയപ്പോൾ മുതൽ നമ്മളിങ്ങനെ കാത്തിരിക്കുകയാണ് RR310 എപ്പോഴാണ് അവർ ഒരു അപ്ഡേറ്റ് കൊണ്ടുവരിക അതിൽ എന്തൊക്കെയായിരിക്കും നമുക്ക് കിട്ടുക എന്നൊക്കെ ഉള്ളതിനെ ഓർത്തുകൊണ്ട്. സോ ഫൈനലി അവരിതാ ഈ ഒരു സെപ്റ്റംബർ 16 വൈകുന്നേരം 3:30 അതിൻ്റെ വെർച്വൽ ലോഞ്ച് നടത്തിയിരിക്കുന്നത്. അപ്പം അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അവർ റിലീസ് ചെയ്തിരിക്കുന്നത് നമുക്ക് പെട്ടെന്ന് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു വാഹനത്തിൽ ആഡ് ഓൺ ചെയ്തിരിക്കുന്ന ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ബൈ ഡയറക്ഷണൽ ക്വിക്ക് ഷിഫ്റ്റർ വരുന്നുണ്ട്. നമ്മൾ ഓൾറെഡി RTRനകത്തെ ക്വിക്ക് ഷിഫ്റ്റർ എക്സ്പീരിയൻസ് ചെയ്യുന്നു, എന്തോരം സ്മൂത്താണത്, എന്തോരം പെർഫെക്റ്റ്ലി കാലിബ്രേറ്റഡ് ആണെന്നുള്ളത്. അതേപോലത്തെ ഒരെണ്ണം തന്നെ ആയിരിക്കും ഇതിലുള്ളതെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അതേപോലെ തന്നെ എയറോ ഡൈനാമിക് വിംഗ്ലെറ്റ്സ് ഈ ഒരു പുതിയ RR310 ആഡ് ചെയ്തിട്ടുണ്ട്. ഓൾറെഡി ഈ ഒരു ലോഞ്ചിന് 2-3 ദിവസം മുന്നേ ഒക്കെ അതിൻ്റെ ഒരു ലീക്ഡ് ഇമേജസ് ഒക്കെ നമുക്ക് കിട്ടിയിരുന്നു. ആ ഒരു ഇമേജസ് നമുക്ക് ആ വിംഗ്ലെറ്റ്സ് കാണാമായിരുന്നു. അപ്പോൾ നമ്മൾ സംശയിച്ചിരുന്നു ഈ ഒരു 310cc വണ്ടിക്കൊക്കെ TVS ഒരു വിംഗ്ലെറ്റ് ആഡ് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ തന്നെ. സോ അത് കൺഫേം ആയിരിക്കുകയാണ്, വാഹനത്തിന് വിംഗ്ലെറ്റ് അവൈലബിൾ ആണ്. എയറോ ഡൈനാമിക്കലി അത് ഫംഗ്ഷണലാണ് എന്നാണ് TVS അവകാശപ്പെടുന്നത്. ഏകദേശം 3 കിലോയോളം ഡൗൺ ഫോഴ്സ് നമ്മുടെ ഫ്രണ്ട് എൻഡിന് കൊടുക്കാൻ സാധിക്കുന്ന തരത്തിലാണ് അവരത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതുമൂലം ട്രാക്കിലും അല്ലെങ്കിൽ റോഡിലും ആണെങ്കിൽ തന്നെ ഹൈ സ്പീഡ്സിൽ നമ്മൾ വാഹനം ഓടിക്കുന്ന സമയത്തേക്ക് ഫ്രണ്ട് എൻഡ് കുറച്ചും കൂടെ സ്റ്റേബിൾ ആയിരിക്കും. ഫ്രണ്ട് എൻഡ് ഫീഡ്ബാക്ക് റൈഡറിന് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് കിട്ടുമെന്നാണ് TVS അവകാശപ്പെടുന്നത്. അപ്പോൾ എന്തോരം ഫംഗ്ഷണലാണ് എന്നുള്ളൊരു കാര്യം വാഹനം നമുക്ക് ഓടിക്കാൻ കിട്ടിയാൽ മാത്രമേ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ സാധിക്കുകയുള്ളൂ. അതിനായിട്ട് എന്തായാലും നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അതേപോലെ തന്നെ വാഹനത്തിന് ക്രൂയിസ് കൺട്രോൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഓൾറെഡി RTR310 ഉണ്ടായിരുന്നു. അത് നമുക്കിപ്പം RR310 ക്രൂയിസ് കൺട്രോൾ അവൈലബിൾ ആണ്. സോ നമുക്ക് ലോങ് ജേർണീസിലൊക്കെ തന്നെ വാഹനത്തിന് ഇനിയിപ്പം അധികം നമുക്ക് യാത്രാക്ഷീണം ഇല്ലാണ്ട് തന്നെ ക്രൂയിസ് കൺട്രോൾ യൂസ് ചെയ്ത് വാഹനം യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. റേസ് ട്യൂൺഡ് ഡൈനാമിക് സ്റ്റെബിലിറ്റി കൺട്രോൾ RTDSC അതും ഈ ഒരു വാഹനത്തിനൊപ്പം തന്നെ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ 4 റൈഡിംഗ് മോഡ്സിലാണ് വാഹനം ഇപ്പോൾ വരുന്നത്. ഓൾറെഡി 4 റൈഡിംഗ് മോഡ്സ് ആയിരുന്നു. ഈ ഒരു വാഹനത്തും 4 റൈഡിംഗ് മോഡ്സ് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ട്രാൻസ്പെറൻറ്റ് ക്ലച്ച് കേസ് അല്ലെങ്കിൽ ക്ലച്ച് കവർ ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട്. അതായത് ഡുഗാട്ടിയുടെ നമ്മൾ ഡ്രൈ ക്ലച്ച് വരുന്ന വാഹനങ്ങളിലും നമ്മുടെ നാട്ടിലുള്ള മറ്റു വാഹനങ്ങളൊക്കെ നമ്മൾ ഒരു മോഡിഫിക്കേഷനായിട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് ഒരു ട്രാൻസ്പെറൻറ്റ് ക്ലച്ച് കേസ് നമ്മുടെ വാഹനത്തിൽ വെക്കുക എന്നുള്ളത്. അപ്പോൾ അത് ഒരു കമ്പനി ബൈ സ്റ്റോക്ക് തന്നെ ഒരു വാഹനത്തിന് കൊടുക്കുകയാണ്. അതാണ് നമ്മുടെ RR310 വന്നിരിക്കുന്നത്. അപ്പോൾ ഈ 2 കാര്യങ്ങളാണ് ഒരു മെയിൻ എസ്തെറ്റിക് ചേഞ്ചായിട്ട് ഈ ഒരു വാഹനത്തിൽ വന്നിരിക്കുന്നത്. ഇത് ഒഴിച്ച് നിർത്തിക്കഴിഞ്ഞാൽ സെയിം ഹെഡ് ലാമ്പ് ഡിസൈൻ, സെയിം ഫെയറിംഗ് ഡിസൈൻ, സെയിം ടെയിൽ ഡിസൈൻ, അങ്ങനെ കംപ്ലീറ്റ്ലി പ്രീവിയസ് ജനറേഷനുമായിട്ട് സെയിം ആയിട്ടുള്ള ഒരു ഡിസൈനാണ് ഈ ഒരു വാഹനത്തിന് കൊടുത്തിരിക്കുന്നത്. അതിങ്ങനെ കൊടുക്കാനൊരു കാരണം എന്താണെന്ന് വെച്ചാൽ ഓൾറെഡി നല്ല രീതിക്ക് വിൻഡ് ടണൽ ടെസ്റ്റൊക്കെ നടത്തി നല്ല എയറോ ഡൈനാമിക് ആയിട്ട് അവർ നിർമ്മിച്ചിരിക്കുന്ന അല്ലെ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു ഡിസൈനാണ് ഓൾറെഡി RR310 ഉള്ളത്. സോ അതിനെ മെസ്സപ്പ് ചെയ്യേണ്ടെന്ന് വിചാരിച്ചായിരിക്കും അവർ ഈ ഒരു ഡിസൈനെ ക്യാരി ഫോർവേഡ് ചെയ്യുന്നത്. അപ്പോൾ എന്തോരം നമ്മുടെ മാർക്കറ്റിൽ ഈ ഒരു വാഹനത്തിന് സെയിൽസിനെ പ്രതിഫലിക്കുന്നുള്ളത് വാഹനം വരുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാണ്. ബട്ട് ഫംഗ്ഷണലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു വളരെ നല്ല ഡിസൈനാണ്. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് വിംഗ്ലെറ്റ്സ് ഒക്കെ വന്നുകൊണ്ട് തന്നെ എങ്ങനെ അതിപ്പോൾ പെർഫോം ചെയ്യുമെന്നുള്ള കാര്യമൊക്കെ നമുക്ക് മുന്നോട്ടേക്ക് നോക്കാം. സെയിം മീറ്റർ കൺസോളും കാര്യങ്ങളും ഒക്കെ തന്നെയാണ് ഇതിൽ വന്നിരിക്കുന്നത്. ഈ വലിയൊരു മാറ്റം വന്നിരിക്കുന്നത് ഇതിൻ്റെ എഞ്ചിൻ്റെ ഭാഗത്തേക്കാണ്. സോ എഞ്ചിൻ്റെ പിസ്റ്റൺസ് ഏകദേശം 10% ലൈറ്റർ ആക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വാഹനത്തിൻ്റെ ഹൈ റിവിങ് നേച്ചർ അല്ലെങ്കിൽ അതിൻ്റെ ക്വിക്ക് റിവിങ് നേച്ചർ കുറച്ചും കൂടെ ഇമ്പ്രൂവ് ആയിട്ടുണ്ട് എന്നാണ് TVS പറയുന്നത്. അത് വെറുതെ പറയല്ല, അവർ കുറച്ച് ഫിഗേഴ്സ് നമുക്ക് തന്നിട്ടുണ്ട്. 0 to 60 ആക്സലറേഷൻ നമുക്ക് 0.11 സെക്കൻഡ്സോളം കുറയാൻ സാധിച്ചു. അതുപോലെ തന്നെ 0 to 100 ആക്സലറേഷനിൽ 0.43 സെക്കൻഡ്സും സേവ് ചെയ്യാനായിട്ട് TVSനെ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. സോ നമ്മളത് ഇങ്ങനെ കേൾക്കുമ്പോഴത്തേക്ക് അത് വലിയൊരു ഡിഫറൻസ് ആയിട്ട് തോന്നുന്നില്ലെങ്കിൽ നിങ്ങൾ റേസ് ട്രാക്ക് അല്ലെങ്കിൽ ഒരു റേസിംഗ് ആസ്പെക്റ്റിലേക്ക് വരുമ്പോഴത്തേക്ക് 0.11 സെക്കൻഡ്സ് അല്ലെങ്കിൽ 0.43 സെക്കൻഡ്സ് എന്നൊക്കെ പറയുന്നത് നമുക്ക് വളരെ ക്രൂഷ്യലാണ്. സോ ആ ഒരു ആസ്പെക്റ്റിൽ നോക്കുമ്പോഴത്തേക്ക് എഞ്ചിൻ്റെ ആ ഒരു ആക്സലറേഷൻ എന്ന് പറയുന്നത് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുണ്ട് എന്ന് നമുക്ക് കരുതാൻ സാധിക്കുന്നതാണ്. ഇത് ബെറ്റർ ആക്കാനായിട്ട് എഞ്ചിനെ സഹായിക്കുന്നത് ഒന്ന് ഈ ഒരു ലൈറ്റർ പിസ്റ്റൺ, അതേപോലെ തന്നെ വാഹനത്തിൻ്റെ എയർ ഇൻടേക്ക് കുറച്ചും കൂടെ അവർ കൂട്ടിയിട്ടുണ്ട്. ഏകദേശം 13%ഓളം എയർ ഇൻടേക്ക് അല്ലെങ്കിൽ എയർ ബോക്സിൻ്റെ വലിപ്പം കൂട്ടി. അതുപോലെ തന്നെ ത്രോട്ടിൽ ബോഡിയുടെ ഡയമീറ്ററും കാര്യങ്ങളൊക്കെ തന്നെ കുറേ കൂടെ വലുതാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള ടോർക്ക് ഡെലിവറിയും പവർ ഡെലിവറിയും വാഹനത്തിന് നൽകാനായിട്ട് സാധിക്കും എന്നാണ് TVS അവകാശപ്പെടുന്നത്. പവർ ആൻഡ് ടോർക്ക് ഫിഗേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം 38 PS പവറും 29 Nm ടോർക്കുമാണ് ഈ ഒരു എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നതും. 9700 RPM 7800 RPM ആ ഒരു റേഞ്ചിലാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നതും. സോ കുറച്ചും കൂടെ ട്രാക്ക് യൂസിന് വേണ്ടിയിട്ടും ഹൈ RPM യൂസിന് വേണ്ടിയിട്ടും ഒക്കെ തന്നെ ട്യൂൺ ചെയ്തതായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. കുറച്ചും കൂടെ പീക്ക് പവർ ഡെലിവറി ആയിരിക്കും വാഹനത്തിൽ നിന്നും കിട്ടാൻ പോകുന്നത് എന്നാണ് വിചാരിക്കുന്നത്. എന്തായാലും ഇതെല്ലാം വണ്ടി നമ്മുടെ കിട്ടി ടെസ്റ്റ് ഔട്ട് ചെയ്താൽ മാത്രമേ നമുക്കിത് എങ്ങനെയാണ് നമ്മളുടെ ഡേ ടു ഡേ ഉപയോഗത്തിൽ അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു വാഹനം വാങ്ങിക്കുന്ന ഒരു പർപ്പസിനെ മീറ്റ് ചെയ്ത് പോകുന്നു എന്നുള്ളത് നമുക്ക് നോക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പം ഇത്രയൊക്കെ കാര്യങ്ങൾ ചേഞ്ച് വന്നിട്ടുണ്ട്. സെയിം സ്മാർട്ടെക്സ് കണക്ടിവിറ്റി വരുന്നുണ്ട്. അതിൽ നമുക്ക് ഗിയർ ഷിഫ്റ്റ് പാറ്റേൺസ്, വാഹനത്തിൻ്റെ ആക്സലറേഷൻ, ഡീസലറേഷൻ, അതിൻ്റെ ലീൻ ആംഗിൾ പോലെയുള്ള ഒരുപാട് റേസ്
റേസിന് അല്ലെങ്കിൽ നമ്മളെ ഒരു ട്രാക്ക് റൈഡിങ്ങിന് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഡേറ്റാസ് ഈ ഒരു ഓൺ ബോർഡ് കമ്പ്യൂട്ടറിൽ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ 6D IMU ഇതിനകത്ത് വന്നിട്ടുണ്ട്. അത് പ്രകാരമാണ് ഈ ഒരു RTDSC ഫങ്ഷൻസ് ഒക്കെ തന്നെ വർക്ക് ചെയ്യുന്നത്. ഇനി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്റ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റേസ് കിറ്റ്, ഡൈനാമിക് കിറ്റ് അല്ലെങ്കിൽ ഡൈനാമിക് കിറ്റ്, ഡൈനാമിക് പ്രോ കിറ്റ് എന്നിങ്ങനെ 2 BTO കിറ്റ് ഓപ്ഷൻസും ഇപ്രാവശ്യവും TVS ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. സോ ഈ ഒരു ഡൈനാമിക് പ്രോ കിറ്റിൻ്റെ കൂടെ ആയിരിക്കും നമുക്ക് RTDSC ഫങ്ഷൻസ് എല്ലാം കിട്ടുന്നത്. ഡൈനാമിക് കിറ്റിനോടൊപ്പം നമുക്ക് ഫുള്ളി അഡ്ജസ്റ്റബിൾ സസ്പെൻഷൻ, ബ്രാസ് ചെയിൻ, അതുപോലെ തന്നെ ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം പോലെയുള്ള കാര്യങ്ങളാണ് കിട്ടുന്നത്. ഇനി ഇതിൻ്റെയൊക്കെ പ്രൈസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഡൈനാമിക് കിറ്റിന് വില വരുന്നത് 18,000 രൂപയാണ്. ഡൈനാമിക് പ്രോ കിറ്റിന് വില വരുന്നത് 16,000 രൂപയാണ്. റേസ് റെപ്ലിക്ക കളർ, അതായത് നേരത്തെ ഉണ്ടായിരുന്ന BTOയുടെ ആ ഒരു സ്പെഷ്യൽ കളർ എഡിഷൻ, അതിന് ഏകദേശം 7,000 റുപ്പീസുമാണ് TVS പ്രൈസ് ചെയ്തിരിക്കുന്നത്. ഇനി വാഹനത്തിൻ്റെ വില നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം നമുക്ക് 1, 2, 3, 4 വേരിയൻ്റായിട്ട് കണക്ക് കൂട്ടാം. മേജർലി 3 വേരിയൻറ്റ് പ്ലസ് BTO ആയിട്ടാണ് വരുന്നത്. സോ ഫസ്റ്റ് വേരിയൻ്റ് എന്ന് പറഞ്ഞത് റെഡ് കളർ വിത്തൗട്ട് ക്വിക്ക് ഷിഫ്റ്ററാണ്. അതിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 2,75,000 രൂപ എക്സ്-ഷോറൂം പ്രൈസിൽ നിന്നാണ്. അതുപോലെ തന്നെ റെഡ് വിത്ത് ക്വിക്ക് ഷിഫ്റ്റർ വരുമ്പോഴത്തേക്ക് അതിന് 2,92,000 രൂപയാണ് പ്രൈസ് വരുന്നത്. പുതിയ ബോംബർ ഗ്രേ കളറിന് 2,97,000 രൂപയാണ് TVS പ്രൈസ് ചെയ്യുന്നതും. ഇനി BTOയുടെ വില ഞാൻ ഓൾറെഡി പറഞ്ഞു, 18,000, 16,000 പ്ലസ് 7,000. സോ ആ ഒരു ഓപ്ഷൻ നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആണ്. സോ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഏറ്റവും പുതിയ TVS അപ്പാഷെ RR 310 TVS കൊണ്ടുവന്നിരിക്കുന്നത്. ഒരു വലിയ അപ്ഡേറ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വലിയ അപ്ഡേറ്റ് ആയിട്ട് എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല. കൊടുത്തിരിക്കുന്ന ചേഞ്ചസ് ഒക്കെ തന്നെ പർപ്പസ്ഫുള്ളി കൊടുത്തിരിക്കുന്നതായിട്ടാണ് തോന്നുന്നത്. അതെന്തായാലും വാഹനം ഓടിച്ചാൽ മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ആസ് എ ഓട്ടോമൊബൈൽ എന്തൂസിയാസ്റ്റ് ഞാനൊരു ഡിസൈൻ ചേഞ്ച് പ്രതീക്ഷിച്ചിരുന്നു, അല്ലെങ്കിൽ കുറച്ചും കൂടെ ടെക്നോളജിയിൽ എന്തെങ്കിലുമൊക്കെ തന്നെ ആഡപ്പ് ആവും എന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. പ്രീവിയസ് ജനറേഷൻ RR 310 ബേസ് ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് ഇതൊരു നല്ല അപ്ഡേറ്റ് തന്നെയാണ്, ഒരു ഹ്യൂജ് അപ്ഡേറ്റ് തന്നെയാണ്. കാരണം ഇത്രയും ഇലക്ട്രോണിക് ഗേറ്റ്സ് ഈ ഒരു ഫുള്ളി ഫെയർഡ് സൂപ്പർ സ്പോർട്ട് ഡിസൈൻ മോട്ടോർ സൈക്കിളിൽ വന്നിട്ടുണ്ട്. ബട്ട് ഓൾറെഡി RTR 310 നമ്മൾ കണ്ടിട്ട് ഈ ഒരു RRൻ്റെ അപ്ഡേറ്റിലേക്ക് വരുമ്പോഴത്തേക്ക് ഒരു വലിയ ചേഞ്ചായിട്ട് നമുക്ക് തോന്നുകയില്ല. കാരണം ഓൾറെഡി RTR 310 നമ്മൾ കണ്ടതും എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കുറേ കാര്യങ്ങളാണ് പുതിയ RRലേക്ക് TVS ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ രണ്ടും 2 ഡിഫറെൻറ്റ് മെഷീൻസ് ആയതുകൊണ്ട് തന്നെ ഇത് ഓടിക്കുമ്പോൾ ഉള്ള ഫീല് എന്തായാലും ടോട്ടലി ഡിഫറെൻ്റ് ആയിരിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം, വാഹനം നമ്മുടെ കയ്യിലേക്ക് കിട്ടുന്നതിന് വേണ്ടി കാത്തിരിക്കാം. കിട്ടിക്കഴിയുമ്പോഴത്തേക്ക് നമുക്കിതെല്ലാം കുറച്ചുകൂടെ ഒന്ന് ക്ലോസ് ആയിട്ട് കണ്ട് ഓടിച്ച് നോക്കി എക്സ്പീരിയൻസ് ചെയ്തിട്ട് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നതായിരിക്കും. സോ ഗൈസ്, ഇത്രയുള്ള ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു, യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. RR 310 വാങ്ങാനായിട്ട് കാത്തിരിക്കാൻ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ തന്നെ ഇപ്പം തന്നെ ഈ വീഡിയോ അയച്ചു കൊടുക്കുക. ഒന്ന് ഹോൾഡപ്പ് ചെയ്യാൻ വേണേൽ പറഞ്ഞോളുക. കാരണം പുതിയ RR 310 വന്നിട്ട് ഒന്ന് ഓടിച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് അത് വേണോ വേണ്ടോ എന്നുള്ള ഡിസിഷനിലേക്ക് എത്താവുന്നതാണ്. സോ അങ്ങനെയുള്ളവർക്കൊക്കെ തന്നെ ഈ വീഡിയോ ഇപ്പം തന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി ഇതുപോലത്തെ വീഡിയോസ് കണ്ടിട്ട് നമ്മുടെ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ മറ്റൊരു വാഹനമായിട്ട് കാണാൻ. ഇറ്റ്സ് മീ നിജിൻ സൈനിങ് ഔട്ട്.